ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഡാർക്ക് ജൈന്റ് എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കർഷകനെ കാണിക്കുന്നു. ഇത്തവണ അയാൾക്ക് കൃഷി ശരിയായിട്ടില്ല. കഴിക്കാൻ പോലും വകയില്ലാതെ എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചതാ ഭഗവാനെ എന്ന് പറഞ്ഞൊരു അമ്പലത്തിലിരുന്ന് അയാൾ കരയാണ്. അപ്പോൾ അവിടേക്ക് ഒരു സന്യാസി വരുന്നു. നീ എത്ര കിടന്ന് കരഞ്ഞാലും ദൈവം നിനക്കായി ഇറങ്ങി വന്നൊരു സഹായവും ചെയ്യില്ല. ഞാനൊരു സ്ഥലം പറയാം, ആ സ്ഥലത്തേക്ക് പോ. അവിടെ ഒരു പ്രതിമയുണ്ട്. അവിടെ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ പറയണം. ആ പ്രതിമ നിന്നെ സഹായിക്കും. ആ സഹായം വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും പോരണം. അതാണ് നിനക്ക് നല്ലത് എന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ ആ കർഷകനും അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. നടന്ന് അവിടെ ഒരു ചെറിയ കാട് പോലെയുള്ള സ്ഥലത്തെത്തുന്നു. അവിടെ ആ പ്രതിമയെ കാണുന്നു. ആ പ്രതിമ കണ്ടതും മനസ്സിൽ തനിക്ക് നെല്ല് വേണമെന്ന് അയാൾ പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവിടെ 2 ചാക്ക് നെല്ലിരിക്കുന്നുണ്ട്. ഇയാൾക്ക് വലിയ സന്തോഷമായി. ആ നെല്ല് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നീട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അതിലൂടെ അയാൾക്ക് കുറച്ച് പണം കിട്ടുന്നു. ഈ വിവരം കർഷകൻ വെറുതെ ഇരിക്കാതെ തൻ്റെ അച്ഛനോടും പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങനെ ദിവസവും വന്ന് നെല്ല് മാത്രം ചോദിച്ചിട്ട് എന്താ കാര്യം? നീ വലിയ എന്തെങ്കിലും ചോദിക്കേ. വലുതെന്നാൽ എന്താ അച്ഛാ, സ്വർണം ചോദിക്കേ എന്ന് പറഞ്ഞതും എനിക്ക് സ്വർണം തരൂ ദൈവമേ എന്ന് അയാൾ ചോദിക്കുന്നു. അവിടെ സ്വർണം കിട്ടുന്നു. എന്താടാ ഒരു കഷ്ണം മാത്രം ചോദിച്ചത്? ഇനിയും വേണം, ഒരുപാട് വേണമെന്ന് ചോദിക്കടാ എന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് കർഷകനും ഒരുപാട് വേണമെന്ന് ചോദിക്കുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ നിറയെ സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഇപ്പോൾ കർഷകൻ ആ സ്വർണ്ണ നാണയങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അവയൊക്കെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പ്രതിമയ്ക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ഞാൻ നിനക്ക് ഈ സ്വർണവും നെല്ലും ഒക്കെ തന്നാൽ നീ എനിക്ക് പകരമായി എന്ത് തരും എന്ന് ചോദിക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം തരാം എന്ന് കർഷകൻ പറയുന്നു. എല്ലാം ഒന്നും വേണ്ട, ഞാൻ ചോദിക്കുന്ന ഒരെണ്ണം തരണം എന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയല്ലേ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് ആ പ്രതിമ ചോദിക്കുന്നു. കർഷകൻ ഞെട്ടിപ്പോവാണ്. വഴിയിൽ വെച്ച് നേരത്തെ കണ്ട ആ സന്യാസിയെ അവർ 2 പേരും കാണുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പ്രതിമയോട് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ആ പ്രതിമ ഞങ്ങളോട് കുഞ്ഞിനെയാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യും എന്ന് ഭയത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോണെന്ന്. അതൊരു ദൈവമാണെന്നാണോ നീ വിചാരിച്ചത്? അതൊരു പിശാചാണ്. അത് നിന്നെ അതിന്റെ വലയിൽ വീഴ്ത്താൻ പദ്ധതി ഇടുകയാണ്. അതുകൊണ്ട് അതിലൊന്നും മയങ്ങി പോരുത് എന്ന് സന്യാസി പറയുന്നു. ഇപ്പോൾ കഥ കട്ടായി പ്രസന്റിലേക്ക് വരുന്നു. ഇവനാണ് നമ്മുടെ ഹീറോ. അദ്ദേഹം തന്റെ സുഹൃത്തായ അമുദനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ വലിയ ദാരിദ്ര്യത്തിൽപ്പെട്ടിരിക്കുകയാണ്. അമുദന്റെ കയ്യിൽ നിന്നാണ് അയാൾ കുറച്ച് പണം കടം വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അമുദനും ആ കടം തിരികെ ചോദിക്കാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഹീറോ, എനിക്ക് കുറച്ച് സമയം താ, നാട്ടിൽ എൻ്റെ മുത്തശ്ശന്റെ പാരമ്പര്യ സ്വത്തുണ്ട്, അത് വിറ്റിട്ട് നിന്റെ കടം ഞാൻ തിരികെ തരാം എന്ന് പറയുന്നു. അമുദൻ ഒരു നല്ല സുഹൃത്തായതുകൊണ്ട് ഹീറോയുടെ വാക്ക് കേട്ട് അയാൾ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ അമുദന്റെ ഭാര്യയെയാണ് കാണിക്കുന്നത്. നിങ്ങൾ സുഹൃത്തിന് കൊടുത്ത പണം തിരികെ വാങ്ങിയോ എന്ന് അവർ ചോദിക്കുകയാണ്. ഇല്ലടോ, അവൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അമുദൻ മറുപടി നൽകുന്നു. കൊടുത്ത കാശ് പോലും ഉടനെ തിരികെ വാങ്ങിയില്ലേ? ഇങ്ങനെ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എത്ര കാലം കാത്തിരിക്കാനാണ് എന്ന് പറഞ്ഞ് അവർ അമുദനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. എന്തിനാ ഇങ്ങനെ പണത്തോടെ ഇത്ര ആർത്തി കാണിക്കുന്നത്? അവൻ കൊടുത്ത കാശ് തിരികെ തരും, കുറച്ച് ദിവസം കാത്തിരിക്കെ എന്ന് അമുദൻ പറയുന്നു. മറുവശത്ത് ഹീറോയുടെ ഭാര്യയായ ഹീറോയിനെ കാണിക്കുന്നു. അവരിപ്പോൾ ഗർഭിണിയാണ്. എന്നാൽ ആ വിവരം ഭർത്താവായ ഹീറോയോട് പറഞ്ഞിട്ടില്ല. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പിശാചിന്റെ കൈ അവരുടെ വയറ്റിൽ വന്ന് തൊടുന്നതായി ഒരു സ്വപ്നം കാണുന്നു. ഭയന്ന് അവർ ഞെട്ടി ഉണരാണ്. ഇപ്പോൾ ഹീറോ വീട്ടിൽ തിരിച്ചെത്തുന്നു. ഹീറോയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. അനിയത്തിയോടും ഭാര്യയോടും നമ്മളെല്ലാവരും നാട്ടിലേക്ക് പോവാണ്, അവിടെ എനിക്കൊരു മുത്തശ്ശനുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ച് സ്വത്തൊക്കെ നമ്മുടെ പേരിലേക്ക് മാറ്റി നമ്മൾ വാങ്ങിയ കടമെല്ലാം വീട്ടാൻ പോവാണ് എന്ന് പറയുന്നു. എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്. സിറ്റിയിൽ തന്നെ വളർന്നവരാണ്. നാട് എങ്ങനെയുണ്ടാവും, അവിടെ പോയി എങ്ങനെ താമസിക്കും, എന്തൊക്കെ ചെയ്യും എന്നൊന്നും മനസ്സിലാവാതെയാണ് ലഗേജൊക്കെ പാക്ക് ചെയ്ത് അവർ നാട്ടിലേക്ക് തിരിക്കുന്നത്. പിറ്റേ ദിവസം അമുദൻ ഹീറോയുടെ വീട്ടിൽ വരുന്നു. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് അയൽവാസി പറയുന്നത്. ശരി, പണം റെഡിയാക്കാൻ പോയതായിരിക്കും എന്ന് കരുതി അമുദൻ അവിടെ നിന്നും പോകുന്നു. ഇവിടെ ഹീറോ ഒരു ബസ്സിൽ തന്റെ സ്വന്തം നാട്ടിൽ വന്നിറങ്ങുകയാണ്. ഭാര്യയും അനിയത്തിയും ഒപ്പം ആ പഴയ വീട്ടിലേക്ക് വരുന്നു. വീട് വല്ലാതെ നശിച്ചു പോയി കിടക്കുകയാണ്. അവിടെയുള്ള ചിലന്തി വലയും പൊടിയും ഒക്കെ വൃത്തിയാക്കിയിട്ട് വീടിന്റെ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നാൽ ആ വയസ്സായ മുത്തശ്ശൻ അവിടെ ജീവനോടെയുണ്ട്. അവർ ആ വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഹീറോയിന് തല ഇറക്കം വരികയാണ്. അപ്പോഴാണ് അവർ ഗർഭിണിയാണെന്ന കാര്യം എല്ലാവരും അറിയുന്നത്. ഈ വിവരം എന്തുകൊണ്ട് ഇത്രയും നാൾ എന്നോട് പറഞ്ഞില്ല എന്ന് ഹീറോയും അനിയത്തിയും ചോദിക്കുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം പറയാമെന്ന് കരുതി. ഇതല്ലേ നിങ്ങൾ ജനിച്ചു വളർന്ന വീട്, അതാണ് ഇവിടെ വന്നിട്ട് പറയാന്ന് വെച്ചത് എന്നവർ പറയുന്നു. ഇപ്പോൾ ഹീറോ അകത്ത് വന്ന് മുത്തശ്ശനെ നോക്കുന്നു. മുത്തശ്ശൻ കിടപ്പിലാണ്. മിണ്ടാട്ടം ഒന്നുമില്ലാതെ ഒരു ചുവരിലേക്ക് തന്നെ നോക്കി കിടക്കുകയാണ്. ഇവർക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. മുത്തശ്ശൻ, ഞാനാണ് നിങ്ങളുടെ കൊച്ചുമകൻ, ചെറുപ്പത്തിൽ പോയതല്ലേ, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ തോന്നുകയാണ്.
വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറുവശത്ത് ഈ മുത്തശ്ശനെ നാട്ടിൽ നോക്കാൻ വേണ്ടി ഒരാളുണ്ട്. ആളോട് ഹീറോ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശൻ സംസാരിക്കുന്നില്ലല്ലോ, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ പോലും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് സർ, എന്തു കൊടുത്താലും കഴിക്കില്ല, അദ്ദേഹം അങ്ങനെ തന്നെ ഇരുന്നോളൂ, അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ നിങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞോ, നിങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാൽ ഒരു നല്ല പാർട്ടിയെ കണ്ട് ഈ വീട് വിറ്റോളൂ എന്നയാൾ പറയുന്നു. ഇപ്പോൾ അവരെല്ലാവരും ചേർന്ന് ആ വീട് വൃത്തിയാക്കി ഒരു റൂമിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ജനലിലൂടെ ഇവരെ ആരോ നിരീക്ഷിക്കുന്നതായി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഹീറോയും അനിയത്തിയും നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹീറോയിൻ മാത്രമേ വീട്ടിലുള്ളൂ. അവർ മുത്തശ്ശന്റെ അടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചോ, എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും മുത്തശ്ശൻ ഒരു മറുപടിയും നൽകുന്നില്ല. ഹീറോയുടെ അനിയത്തി ഒരു പുഴക്കരയിൽ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വരുന്നു. അത് അവളുടെ കാമുകനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കുറെ കാലമായി വൺ സൈഡായി സ്നേഹിക്കുന്നവനാണ്. നിന്നിൽ നിന്നും സമാധാനമായിരിക്കാനാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്, നീ എന്താ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, നിന്നെ മിസ് ചെയ്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് നിന്നെ തേടി വന്നത്, അതുകൂടാതെ ഒരു വലിയ അപകടത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് അവൻ പറയുന്നു. എന്ത് അപകടമാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവനെ പുഴയിലേക്ക് തള്ളിയിട്ട് അവൾ വേഗത്തിൽ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ വീട്ടിൽ അവർ 3 പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. മുത്തശ്ശൻ ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണല്ലോ. അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ഹീറോ ശ്രമിക്കുന്നു. എന്നാൽ ഭക്ഷണം കൊടുത്താൽ പോലും അദ്ദേഹം കഴിക്കുന്നില്ല. അമുദന്റെ വീട്ടിൽ അയാളുടെ ഭാര്യ ദിവസവും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്ത് നാട്ടിൽ പോയിട്ട് ഏകദേശം ഒരാഴ്ചയാവുന്നു, ഇതുവരെ പണം തിരികെ തന്നില്ല, അവൻ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളും പറ്റിക്കപ്പെടുകയാണ്, മര്യാദയ്ക്ക് അവന്റെ നാട്ടിൽ പോയി കാശ് വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുന്നു. അമുദനും വീട്ടിൽ നിൽക്കണോ അതോ എങ്ങോട്ടെങ്കിലും പോകണോ എന്നറിയാതെ ദേഷ്യം വരികയാണ്. ഇപ്പോൾ ഹീറോയുടെ അനിയത്തി രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. വീടാകെ ചുറ്റി നടന്ന് നോക്കുകയാണ്. മുത്തശ്ശന്റെ റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പോഴാണ് ജനലിലൂടെ എന്തോ ഒരു രൂപം കടന്നു പോകുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. ജനലിലൂടെ നോക്കുമ്പോൾ ദൂരെ ഏതോ ഒരാൾ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ ഭയന്ന് അവിടെ വാതിലടച്ചു കിടന്നുറങ്ങുന്നു. മറ്റൊരു ഭാഗത്ത് ഹീറോ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് വിൽക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയതും ആ വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ വരുന്നു. കുറെ കാലമായി പൂട്ടിയിട്ടിരിക്കുന്ന വീടാണല്ലോ, പെട്ടെന്ന് നോക്കുമ്പോൾ ആളുണ്ട്. നിങ്ങളൊക്കെ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളാണ് ഈ വീടിന്റെ ഉടമസ്ഥർ, വീട് വിൽക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഹീറോയിൻ പറയുന്നു. ആ പോലീസുകാരന് ഹീറോയിനെ അല്പം ഇഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട്. അയാൾ അവളെ വല്ലാത്തൊരു നോട്ടം നോക്കി സംസാരിക്കുന്നുണ്ട്. അത് ഹീറോയിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഹീറോയുടെ അനിയത്തി പുറത്തേക്ക് പോകുമ്പോൾ കാമുകൻ വന്ന് കാണുന്നു. നിങ്ങൾ ഉടനെ ഈ നാട് വിട്ടു പോകണം എന്ന് അവൻ പറയുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം നിന്നെ കാണാൻ ഞാൻ ആ വീട്ടിൽ വന്നിരുന്നു, അപ്പോൾ നീ ജനൽ തുറന്നു നോക്കിയില്ലേ, അവിടെ നിന്നിരുന്ന രൂപം ഞാനായിരുന്നു, എന്നാൽ ഞാൻ കണ്ടത് എന്താണെന്ന് അറിയാമോ, നിന്റെ പിന്നിൽ ഒരു രൂപം നിൽക്കുന്നുണ്ടായിരുന്നു എന്നവൻ പറയാണ്. എന്താണ് ഈ പറയുന്നത്, സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ, അതെ സത്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ വീടിനുള്ളിൽ അമാനുഷികമായ എന്തോ ഒന്നുണ്ട്, ദയവായി പുറത്തു വാ എന്നവൻ പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കുന്നതായി തോന്നുന്നില്ല. ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ദിവസങ്ങളിൽ ഹീറോ രാത്രിയിൽ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുന്നു. രാത്രി മുഴുവൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് വിഷമിക്കുന്നു. ഇവിടെ അമുദൻ ഹീറോയെ അന്വേഷിച്ച് അവന്റെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൂത്രമൊഴിക്കാമെന്ന് കരുതി ഒരു പുഴക്കരയിലേക്ക് വരുന്നു. അപ്പോൾ പോക്കറ്റിലിരുന്ന ഫോൺ അറിയാതെ വെള്ളത്തിൽ വീഴുന്നു. ഫോൺ കേടായി സ്വിച്ച് ഓഫ് ആവുന്നു. ഇവിടെ ഹീറോ സെന്തിൽ എന്നൊരാളെ അന്വേഷിച്ചു പോവാണ്. അതായത് വീട്ടിൽ വന്നപ്പോൾ മുത്തശ്ശനെ നോക്കാൻ ഒരു അസിസ്റ്റന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതാണ് അയാൾ. നാട്ടുകാരോട് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ആ വീട്ടിലേ ഇല്ലെന്ന് അവർ പറയുന്നു. മാത്രമല്ല ആ വീട്ടിൽ ചില അമാനുഷിക കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയവർക്കൊക്കെ ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് നീ ആ വീട്ടിൽ കൂടുതൽ ദിവസം നിൽക്കണ്ട, കഴിയുന്നതും വേഗം വീട് വിറ്റിട്ട് ഇവിടെ നിന്ന് പൊക്കോ എന്നൊക്കെ പറയുമ്പോൾ ഹീറോയ്ക്ക് ഒരു ഭയം തോന്നുന്നു. രാത്രി ഹീറോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ തന്നെ അനിയത്തിയുടെ റൂമിൽ വന്ന് കിടക്കുകയാണ്. അവൾ എഴുന്നേറ്റ്, ഏട്ടാ ഇവിടെ എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അവളെ രൂക്ഷമായി നോക്കിയിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പിറ്റേ ദിവസം അനിയത്തിയുടെ പിന്നാലെ നടക്കുന്ന കാമുകന്റെ അടുത്ത് പോലീസുകാരൻ വന്നിട്ട് അമുദന്റെ ഫോട്ടോ കാണിച്ച് ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഹീറോയുടെ വീട്ടിലേക്ക് അനിയത്തിയുടെ കാമുകൻ വരികയാണ്. അവനെ കണ്ടതും ഹീറോയ്ക്ക് വലിയ ദേഷ്യം വരുന്നു. ഇവൻ എവിടേക്കും വിളിച്ചോ എന്ന് ചോദിച്ച് അനിയത്തിയെ അടിക്കുന്നു. തന്റെ അനിയത്തിയോട് ഇന്ന് വരെ പെരുമാറാത്ത രീതിയിൽ വളരെ ക്രൂരമായി ഹീറോ പെരുമാറുന്നു. നമ്മുടെ ഏട്ടനാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ അടിക്കുന്നത് എന്ന് കരുതി അവൾ വല്ലാതെ ഭയന്നു പോവാണ്. ഹീറോ ഇടയ്ക്കിടെ സ്വബോധം നഷ്ടപ്പെട്ട് ആ വീട്ടിൽ ഇങ്ങനെ പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു സന്യാസി വന്ന് ഹീറോയെ കാണുന്നു. നിന്നോട് ചില സത്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ ചില പ്രധാന വിവരങ്ങൾ അദ്ദേഹം ഹീറോയോട് പറയുന്നു. യഥാർത്ഥത്തിൽ ഹീറോയുടെ അമ്മയാണ് ഹീറോയുടെ അച്ഛനെ കൊന്നത്. അങ്ങനെ കൊന്നിട്ടാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഹീറോയെ കൂട്ടിക്കൊണ്ടുപോയതെന്നും നിന്റെ അമ്മയെ പോലെ ധൈര്യമുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നും ആ സന്യാസി പറയുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഹീറോയുടെ അനിയത്തിയുടെ ദേഹത്ത് ഒരു ചെറിയ കുട്ടി പ്രേതമായി വന്നിരിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവളും വല്ലാതെ ഭയന്ന് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നു. അടുത്ത റൂമിലുള്ള ഹീറോയിൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് അവളെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ഹീറോയുടെ ശരീരത്തിൽ ആ പിശാച് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഹീറോയും അവിടെ അസാധാരണമായി പെരുമാറുന്നു. വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പുറത്തേക്ക് പോവാണ്. അങ്ങനെ ശ്മശാനത്തിൽ പോയി ഇരിക്കുന്നതൊക്കെ ഹീറോയിനും അനിയത്തിയും കണ്ട് കൂടുതൽ ഭയക്കുകയാണ്.
കണ്ടാലത് ഹീറോയെ അല്ല, ഹീറോയെ പോലെ ഇരിക്കുന്ന വേറൊരാളാണെന്ന് തോന്നും. ഈ വീടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് 3 പേർക്കും മനസ്സിലാവുന്നില്ല. മറുവശത്ത് ഈ പോലീസുകാരൻ അമുദനെ അന്വേഷിച്ച് ഓരോ നാട്ടിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും ഭാര്യയും അനിയത്തിയും വീട് വിട്ട് ഒഴിഞ്ഞു പോവാം എന്ന് കരുതി പിറ്റേ ദിവസം ലഗേജൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ അവിടേക്ക് സെന്തിൽ വരുന്നു. ഓ, നിങ്ങളെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. ഈ വീട് വിൽക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്ന് ഹീറോ പറയുന്നു. അയ്യോ പോവല്ലേ, കാര്യം കഴിഞ്ഞില്ലല്ലോ, കുറച്ച് ദിവസം കൂടെ നിൽക്ക്. അടുത്ത നാട്ടിൽ നിന്നും ഒരാൾ വീട് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ നാളെ വരും, അതുവരെ നിൽക്ക് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് അവിടെ തന്നെ നിർത്തുന്നു. അപ്പോൾ അമുദനെ ഹീറോയുടെ അനിയത്തിയുടെ കാമുകൻ കാണാണ്. നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹീറോയെ അന്വേഷിച്ചാണ് പോകുന്നതെന്ന് അമുദൻ പറയുന്നു. അങ്ങനെ അമുദനെ ഹീറോയുടെ വീട്ടിൽ കൊണ്ടുവിടുന്നു. അമുദൻ വീട്ടിലേക്ക് കയറുമ്പോൾ ഹീറോയിൻ കാണുന്നുണ്ട്. സുഹൃത്തിനെ അന്വേഷിച്ച് ഇവിടേക്കും വന്നോ എന്ന് ചോദിച്ച് അവിടെ ഇരുത്തി കോഫിയൊക്കെ കൊടുക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹീറോ വന്ന് അമുദനെ കാണുന്നു. എന്താടാ, നീ നാട്ടിലേക്ക് വന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ലടാ, എൻ്റെ ഭാര്യ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്, പണം വേണം പണം വേണം എന്ന് പറഞ്ഞിട്ട്. അതാണ് വീട്ടിൽ നിൽക്കാൻ കഴിയാതെ ഞാൻ ഇവിടേക്ക് വന്നത്. കുറച്ച് നാൾ ഇവിടെ നിന്നിട്ട് പൊക്കോളാം, നീ പണം പതുക്കെ തന്നാൽ മതി എന്ന് അമുദൻ പറയുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹീറോയുടെ ശരീരത്തിൽ ഒരു അമാനുഷിക ശക്തിയുണ്ട്. അത് പുറത്തു വന്ന് നിന്റെ ഭാര്യ വളരെ മോശക്കാരിയാണ്, കല്യാണത്തിന് മുമ്പ് അവൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് എനിക്കറിയാം, അവളാണ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ കാശ് ചോദിക്കുന്നത്, വളരെ ചീപ്പായവളാണ് അവൾ എന്നൊക്കെ വളരെ മോശമായി സംസാരിക്കുന്നു. ഇത് കേട്ട് അമുദനും ദേഷ്യം വരുന്നു. ഹീറോയെ അടിക്കാൻ പോകുമ്പോൾ എന്നെ അടിക്കാൻ വരുന്നോ എന്ന് ചോദിച്ച ഹീറോ അമുദനെ അടിച്ച് അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഹീറോയിനും അനിയത്തിയും ഇത് കാണുന്നുണ്ട്. ഏട്ടാ, എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ സ്വബോധമില്ലാതെയാണ് ഹീറോ ഇത് ചെയ്യുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് അവന് സ്വബോധം വരുന്നു. നോക്കുമ്പോൾ തന്റെ സുഹൃത്ത് മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ ഞെട്ടിത്തെരിച്ചു പോവാണ്. കുറച്ചു നേരത്തിനുള്ളിൽ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ ആ പോലീസുകാരനാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പോലീസ് അകത്ത് കയറി അമുദനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇവരുടെ മുഖത്തെ ഭയം കണ്ട് പോലീസുകാരന് സംശയം കൂടുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അനിയത്തിയുടെ കാമുകൻ വരുന്നു. അപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ അടുത്തുള്ള റൂമിലേക്കാണെന്ന് പോലീസുകാരൻ ശ്രദ്ധിക്കുന്നത്. ആ റൂമിൽ പോയി നോക്കുമ്പോൾ അമുദൻ മരിച്ചു കിടക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോവാണ്. 2 ദിവസം മുമ്പ് അമുദന്റെ ഭാര്യ വന്ന് പരാതി പറഞ്ഞിരുന്നു, ഭർത്താവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന്. അപ്പൊ നിങ്ങളാണല്ലേ അമുദനെ കൊന്നത് എന്ന് പറഞ്ഞ അവർ 3 പേരെയും അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശന്റെ സ്വത്ത് വിൽക്കാനാണ് വന്നത്, അദ്ദേഹത്തിന്റെ റൂം അവിടെയുണ്ട്, വേണമെങ്കിൽ പോയി നോക്ക് എന്ന് ഹീറോയിൻ പറയുന്നു. ആ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ മുത്തശ്ശനേ ഇല്ല. അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് മരിച്ചുപോയ മുത്തശ്ശനെയാണ് ഇത്രയും കാലം ജീവനുള്ളതാണെന്ന് കരുതി അവർ വിശ്വസിച്ചതെന്നും ഒരു പ്രേതത്തോടാണ് സംസാരിച്ചിരുന്നതെന്നും അവർ തിരിച്ചറിയുന്നത്. ഇതറിഞ്ഞ് 3 പേരും ഞെട്ടിപ്പോവാണ്. പോലീസുകാരനോട് ഇതൊരു പ്രേതാലയമാണ്, നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പുറത്തു പോവാം വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ പോലീസുകാരൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ 3 പേരും ഇപ്പോൾ ജയിലിലേക്ക് പോകും, ജയിലിൽ പോവാതിരിക്കണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടിവരും, സമ്മതാണോ എന്ന് ചോദിക്കുകയാണ്. എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ ചൂണ്ടി അവള് കുറച്ചു നേരം എന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിടാം എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് കടുത്ത ദേഷ്യം വരുന്നു. പോലീസുകാരനും ഹീറോയും തമ്മിൽ ചെറിയൊരു സംഘർഷം നടക്കുന്നു. വീണ്ടും ഹീറോയുടെ ശരീരത്തിൽ ആ പിശാച് പ്രവേശിക്കുന്നു. അങ്ങനെ പോലീസുകാരനെ ഹീറോ ക്രൂരമായി മർദ്ദിക്കുന്നു. ഒടുവിൽ ആ പോലീസുകാരനെയും അയാൾ കൊല്ലുകയാണ്. മറുവശത്ത് അനിയത്തിയുടെ കാമുകൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി മെയിൻ വാതിൽ തുറക്കുന്നു. അവിടെ ആ മുത്തശ്ശൻ നിൽക്കുന്നുണ്ട്, അതും പ്രേതമായിട്ട്. കാമുകന്റെ തല തിരിച്ച് അവനെയും മുത്തശ്ശൻ കൊല്ലുന്നു. ഇപ്പോൾ ആ 2 പെൺകുട്ടികളും വീട്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പോലീസുകാരൻ പൂർണ്ണമായും മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അയാൾക്ക് ജീവനുണ്ട്. അയാൾ എഴുന്നേറ്റ് വന്ന് ഈ മുത്തശ്ശനിൽ നിന്നും ആ 2 പെൺകുട്ടികളെ രക്ഷിക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ തനിക്കൊരു പൂജ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ ഹീറോ തന്റെ ഭാര്യയെ അവിടെയുള്ള പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഒരു കോലം വരച്ചു വെച്ചിട്ടുണ്ട്. അതിന് നടുവിൽ ഭാര്യയെ ഇരുത്തി അയാൾ പൂജ ആരംഭിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പ്രധാന സംഭവം കാണിക്കുന്നത്. തുടക്കത്തിൽ ഒരു കർഷകന്റെ കഥ പറഞ്ഞില്ലേ, ആ കർഷകന്റെ മകനാണ് നമ്മുടെ ഹീറോ. അവരുടെ അമ്മയാണ് സോണിയ. വളരെ സ്നേഹത്തോടെയാണ് അവർ മകനെ വളർത്തിയത്. എന്നാൽ അച്ഛനോട് ആ പിശാച് ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ആവശ്യപ്പെട്ടിരുന്നല്ലോ. അതിന് പകരമായി ഒരുപാട് സമ്പത്ത് തരാമെന്നും വാഗ്ദാനവും നൽകി. അയാൾ വീട്ടിൽ വന്ന് ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ സാമ്പത്തികമായി മെച്ചപ്പെടുന്നുണ്ട്, സന്തോഷമായി ജീവിക്കുന്നുണ്ട്, ഇത് എക്കാലവും നിലനിൽക്കാൻ നമ്മുടെ കുഞ്ഞിനെ ദൈവത്തിന് നൽകാമോ എന്ന് ചോദിക്കുകയാണ്. എന്താ ഈ പറയുന്നത്, ഇത് എൻ്റെ കുഞ്ഞാണ്, നിങ്ങൾക്ക് ആ സ്നേഹം പോലും ഇല്ലേ എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നു. അപ്പോൾ കർഷകനും തന്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്, കുഞ്ഞിനെ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. ഈ വിവരം തന്റെ അച്ഛനായ മുത്തശ്ശനോട്, അതായത് ഹീറോയുടെ മുത്തശ്ശനോട് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിലും ആ അത്യാഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ മകന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നു. ആ പച്ചമരുന്ന് കലർത്തിയ വെള്ളം കുടിച്ചതും കർഷകൻ മയങ്ങി വീഴുന്നു. പിന്നീട് അയാൾക്ക് ഓർമ്മയില്ലാതെ വരികയും ഭാര്യയോട് നമുക്കൊരു പൂജയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ കർഷകന്റെ അച്ഛനാണ് ആ പൂജ ചെയ്യുന്നത്. സോണിയെ നടുവിലിരുത്തി അവർ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് തന്റെ കുഞ്ഞിനെ ബലി കൊടുത്ത് പിശാചിനെ ഉണർത്താനാണ് ഈ പൂജയെന്ന് സോണിയയ്ക്ക് മനസ്സിലാവുന്നത്. അവരവിടെ നിന്നും ഭർത്താവിനെയും അച്ഛനെയും തള്ളിമാറ്റി തന്റെ മകനെയും കൊണ്ട് ഓടുകയാണ്.
പോകുന്ന വഴിയിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അവിടെ വെച്ച് ഭർത്താവ് അവളെ പിടിക്കാൻ നോക്കുമ്പോൾ മകനെ രക്ഷിക്കാനായി ഒരു കത്തിയെടുത്ത് അവൾ സ്വന്തം ഭർത്താവിനെ തന്നെ കൊല്ലുന്നു. അങ്ങനെ മകനെ രക്ഷിക്കുകയാണ്. പിന്നീട് മറ്റൊരു കുട്ടി ജനിക്കുന്നു. അതാണ് ഹീറോയുടെ അനിയത്തി. ഇടയ്ക്ക് വെച്ച് അമ്മ മരിക്കുകയും ഹീറോയാണ് പിന്നീട് അനിയത്തിയെ വളർത്തുന്നതും. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാമത്തിലേക്ക് തിരികെ വന്നപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ മുത്തശ്ശനും വെറുതെ ഇരുന്നില്ല. മൂത്ത മകനായ കർഷകനെ കൂടാതെ അയാൾക്കൊരു മകളും ഉണ്ടായിരുന്നു. അവളെ ഉപയോഗിച്ച് പിശാചിനെ ഉണർത്താമെന്ന് അയാൾ കരുതി. മകൾ ഗർഭിണിയായപ്പോൾ അവളുടെ ഭർത്താവായ സെന്തിലിനെ കൊണ്ട് അവളെ അവിടെ എത്തിക്കുകയും ആ മുത്തശ്ശൻ സ്വന്തം മകളെ തന്നെ പിശാചിന് ബലി നൽകുകയും ചെയ്തു. സെന്തിലും ഇതിന് കൂട്ടുനിന്നു. പക്ഷേ പിശാച് ഉണർന്നില്ല. കർഷകന്റെ വംശത്തിലൂടെ വരുന്ന കുട്ടിയിലൂടെ മാത്രമേ പിശാചിന് ഉണരാൻ കഴിയൂ എന്ന് പ്രതിമ പറയുന്നു. കൂടാതെ ഈ ബലി നൽകാൻ ചില പ്രത്യേക സമയങ്ങളുണ്ട്. മുത്തശ്ശൻ അതൊക്കെ തെറ്റിച്ചു. ഇതൊക്കെ ആ ഗ്രാമത്തിലെ നല്ലവനായ സന്യാസി കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതൊരു പിശാചാണെന്ന്. അത് നിന്നെ വലയിലാക്കി. നീ നിന്റെ സ്വന്തം മകളെ തന്നെ കൊന്നു. നിനക്ക് മോക്ഷം കിട്ടില്ല. മരിച്ചാലും ഇവിടെ തന്നെ പ്രേതമായി അലയും എന്ന് അദ്ദേഹം ശപിക്കുന്നു. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷവും മുത്തശ്ശൻ അവിടെ പ്രേതമായി അലയുന്നതും ഹീറോയുടെ കുടുംബത്തിന് അയാളെ കാണാൻ കഴിഞ്ഞതും. സെന്തിലും മരിച്ചതിന് ശേഷം പ്രേതമായിട്ടാണ് അവിടെ നിന്നത്. ഇപ്പോൾ ഹീറോ ഭാര്യയെ പൂജാമുറിയിൽ കൊണ്ടുവന്നിട്ട് തന്റെ ഭാര്യയുടെ വയറ്റിൽ ഒരു സേഫ്റ്റി പിൻ വെച്ച് കുത്തുകയാണ്. ഇത് ചെയ്ത ശേഷം ഹീറോയും ഭാര്യയും ബോധം കെട്ട് വീഴുന്നു. അവിടേക്ക് വരുന്ന പോലീസുകാരനും അനിയത്തിയും ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നു. ഹീറോയിന് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതെല്ലാം ചെയ്തതിന് ഹീറോയെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു. അപ്പോഴാണ് ഹീറോ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് കാണിക്കുന്നത്. ഹീറോയുടെ ശരീരത്തിൽ ഇടയ്ക്കിടെ മുത്തശ്ശന്റെ ആത്മാവ് കയറുന്നത് കൊണ്ടാണ് അയാൾ അങ്ങനെ അക്രമാസക്തമായി പെരുമാറിയത്. എന്നാൽ അവസാനം ഭാര്യയെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അയാൾക്ക് സ്വബോധം ഉള്ളപ്പോഴായിരുന്നു. കാരണം നേരത്തെ ഒരു സന്യാസിയെ കണ്ടിരുന്നല്ലോ. അദ്ദേഹം വേറൊരു പ്രധാന സന്യാസിയെ കാണാൻ പറഞ്ഞിരുന്നു. ആ സന്യാസി ഹീറോയോട് പറഞ്ഞിരുന്നു, ഇവിടെ ഒരു വലിയ പിശാച് കറങ്ങി നടക്കുന്നുണ്ട്. നിന്റെ മുത്തശ്ശൻ ചെയ്ത തെറ്റ് നിന്റെ കുടുംബത്തിന് ഒരു ശാപമായി മാറി. നിന്റെ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞ് ജനിക്കുന്നതിലൂടെ ആ പിശാചാണ് പുറത്തു വരാൻ പോകുന്നത്. അത് പുറത്തു വന്നാൽ ഈ നാട്ടിലെ ഗർഭിണികളെ ആരെയും വെറുതെ വിടില്ല. അത് ലോകത്തിന് തന്നെ ആപത്താണ്. അതിനെ തടയേണ്ടത് നിന്റെ കൈകളാണ്. നിന്റെ ഭാര്യയുടെ പ്രസവം നടക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിന് ഒരു പിൻ ഉപയോഗിക്കണം. അവളുടെ ജീവന് അപകടമൊന്നും വരാതെ ഇത് ചെയ്യണം. ഇതൊക്കെ കേട്ടതുകൊണ്ടാണ് ഹീറോ ഭാര്യയെ അങ്ങനെ ചെയ്ത് രക്ഷപ്പെടുത്തിയത്. പിശാച് പുറത്തു വരുന്നതും അയാൾ തടഞ്ഞു. പക്ഷെ അയാൾ ഒരു വലിയ തെറ്റ് ചെയ്തു. ഈ പൂജ നടക്കുന്ന കോലത്തിന് നടുവിലിരുന്നാണ് അദ്ദേഹം അത് ചെയ്തത്. ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് വന്ന രക്തം ആ കോലത്തിന് നടുവിലാണ് വീണത്. അതിലൂടെ ആ പിശാച് വീണ്ടും ഉണർന്ന് പുറത്തു വരുന്ന രീതിയിൽ രണ്ടാം ഭാഗത്തിനുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ സിനിമയോട് അവസാനിക്കുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.